പോത്ത് പോലെ വളർന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല. ഈ ഒരു ഡയലോഗ് കേൾക്കാത്തവർ വളരെ ചുരുക്കം ചിലരേ ഉണ്ടാവുള്ളൂ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളുടെ പെരുമാറ്റം അതുപോലെ ആയിരിക്കും. പക്വതയില്ലാതെ പെരുമാറിയ ആർക്കായാലും ദേഷ്യം വരും. നമ്മുടെ ഈ പെരുമാറ്റം കാരണം വീട്ടിലായാലും ശരി, ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ശരി, നമുക്കൊരു വാല്യൂ അവർ തരാറില്ല. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഈ പക്വതക്കുറവ് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെച്ചുവേർഡാണ്. ഇപ്പോൾ മറ്റുള്ളവർ എനിക്കൊരു വാല്യൂ തരണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് അതുപോലെ പെരുമാറണം. നമ്മളെന്താണോ കൊടുക്കണത് അതിനെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങൾ പക്വതയുള്ള ആളാണോ എന്ന് തിരിച്ചറിയാനുള്ള 8 പോയിൻറ്റ്സ് പറയാം. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം നിങ്ങൾ മച്വേർഡ് പേഴ്സൺ ആണോ ഇമ്മച്വേർഡ് പേഴ്സൺ ആണോ എന്ന്. ഈ വീഡിയോയിൽ 8 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഓരോന്നിനും ഓരോ പോയിൻ്റ് വെച്ച് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പോയിൻ്റ് കിട്ടി എന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത്. പറയുന്ന ചില പോയിൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, സൈക്കോളജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. പോയിൻ്റ് നമ്പർ 1, നിങ്ങളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തു. അത് വീട്ടിലുള്ളവരാവാം, ലവറാവാം, ഫ്രണ്ട്സാവാം. ഹേർട്ടായ ആ ഇമോഷനെ ഉടനെ തന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസായി ഇടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു പക്വതയില്ലാത്ത വ്യക്തിയാണ്. മറ്റൊരാളാൽ താൻ അനുഭവിക്കേണ്ടി വന്ന ദേഷ്യം അല്ലെങ്കിൽ വേദനയെ സ്റ്റാറ്റസാക്കി ഇടുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം, ഇതിന് കാരണക്കാരനായ വ്യക്തി ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് അയാൾക്ക് നിങ്ങളോട് സഹതാപവും അനുകമ്പയും തോന്നണം. അയാൾ നിങ്ങളൊരു പാവമാണ് എന്ന് വിചാരിക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നാണ് ഹ്യൂമൻ സൈക്കോളജി പറയുന്നത്. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം കാണേണ്ട വ്യക്തി ആരാണോ അയാൾ കണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനിയും മെച്വേർഡ് ആയിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങളോട് അടുപ്പുള്ളവർ ചോദിക്കും, അയ്യോ എന്ത് പറ്റി, എന്താ ഉണ്ടായേ എന്നൊക്കെ. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള സാഡ് സ്റ്റാറ്റസും DP മാറ്റലും ഒക്കെ കാണുമ്പോൾ അടുപ്പുള്ളവർ വരെ അവസാനം പറയും ഇതിന് വേറെ പണിയൊന്നുമില്ല എന്ന്. പിന്നെ അവരവസ്ഥയ്ക്ക് ശ്രദ്ധിക്കാതെയാവും, അവർ നിങ്ങൾക്ക് വാല്യൂ തരാതെയാവും. പക്വതയില്ലാത്ത ഒരു ബിഹേവിയറാണിത്. ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നിർത്തുക. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ പോലും മാനസികമായി നിങ്ങളോടൊരു അടുപ്പക്കുറവ് കാണിക്കാൻ ഇത് കാരണമാവും. സ്റ്റാറ്റസ് മാറ്റിയത് കൊണ്ട് ഇവിടെ ഒന്നും മാറാൻ പോണില്ല എന്ന് സ്വയം മനസ്സിലാക്കുക. ഇത് തന്നെ മെച്വേർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നുകിൽ അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആരോടെങ്കിലും ഒരാളോട് അയാളത് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അയാൾ തന്നെ സ്വയം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി കണ്ടെത്തും. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരിഹാരം കാണാനുള്ള വഴിയാണ് കാണേണ്ടത്. അല്ലാതെ വാട്സാപ്പ് സ്റ്റാറ്റസ് മാറ്റിയത് കൊണ്ടോ DP മാറ്റിയത് കൊണ്ടോ പ്രശ്നത്തിനുള്ള പരിഹാരമാവില്ല. പോയിൻ്റ് നമ്പർ 2, നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാനേജർ നിങ്ങൾക്കൊരു വർക്ക് തന്നു. പക്ഷേ അവർ പറഞ്ഞ സമയത്ത് അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കുറേ എക്സ്ക്യൂസുകൾ പറയും. ഞാൻ മറന്നുപോയി, എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്നയാൾ കാരണമാണ് ഞാനിത് ചെയ്യാതിരുന്നത്. ഇങ്ങനെ നമുക്ക് പറ്റിയ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാതെ ആരൊക്കെയോ ആണ് കാരണക്കാർ, അല്ലെങ്കിൽ സിറ്റുവേഷനാണ് അതിൻ്റെ കാരണം എന്ന് വരുത്തി തീർക്കുന്ന ഒരു വ്യക്തി ഇമ്മച്വേർഡ് പേഴ്സൺ ആണ്. കള്ളം പറഞ്ഞ് രക്ഷപ്പെടുന്നവരുണ്ട്, സത്യം പറഞ്ഞ് രക്ഷപ്പെടുന്നവരുണ്ട്. ഈ 2 കൂട്ടരും മെച്വേർഡ് അല്ല. കാരണം റീസൺ പറഞ്ഞ് ഒരു പ്രാവശ്യം രക്ഷപ്പെടുമ്പോൾ അടുത്ത പ്രാവശ്യവും അവർ അത് തന്നെ ആവർത്തിക്കും എന്നാണ് സൈക്കോളജി പറയുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി റീസൺ പറയുമ്പോൾ അവരെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ
എത്രയും പെട്ടെന്ന് ആ ശീലം മാറ്റി ചെയ്ത തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അതാണ് പക്വതയുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 3, കോളേജ് പഠിപ്പൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറി കഴിയുമ്പോൾ പലരും പറയണത് കേൾക്കാം, ഞാൻ പഠിച്ച പഠിപ്പ് വേറെ, ചെയ്യണ ജോലി വേറെ, പഠിച്ച പഠിപ്പിനും ജോലിക്കും ഒരു ബന്ധമില്ല എന്ന്. സ്കൂൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് കോളേജിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേരണത് സ്വയം എടുത്ത തീരുമാനമായിരിക്കില്ല. ആരുടെയെങ്കിലുമൊക്കെ അഡ്വൈസ് കേട്ടിട്ടായിരിക്കും ആ കോളേജിൽ അഡ്മിഷൻ തന്നെ എടുത്തിട്ടുണ്ടാവുക. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി ഒട്ടും പക്വതയില്ലാത്ത ഒരാളാണ്. ഇത് തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് അതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു മെച്യൂർഡ് പേഴ്സണാണ്. കോളേജിൽ ചേർന്നത് മാത്രമല്ല, ജീവിതത്തിൽ ചെറിയ ചെറിയ തീരുമാനങ്ങളാണെങ്കിൽ പോലും സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ. പോയിന്റ് നമ്പർ 4, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ദേഷ്യമൊന്ന് തണുത്ത് കഴിയുമ്പോൾ നിങ്ങളായിട്ട് തന്നെ ചെന്ന് അയാളോട് സംസാരിക്കാറുണ്ടോ, അതോ നമ്മളായിട്ട് പോണ്ട, അയാൾ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇരിക്കാറുണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ കൂടി കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഒരു ടോക്ക് വേണ്ട എന്ന് ചിന്തിച്ച് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അയാളോട് സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു മെച്യൂർഡ് പേഴ്സണാണ്. ഇത് തന്നെ തെറ്റ് അവരുടെ ഭാഗത്താണ്, അവരായിട്ട് വന്ന് സംസാരിക്കട്ടെ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളൊരു ഇമ്മച്യൂർഡ് പേഴ്സണാണ്. പക്വതയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവരായിട്ട് വന്ന് സംസാരിക്കട്ടെ, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു സംഭവവും ആ വ്യക്തിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവും, പ്രൊഡക്ടിവിറ്റി കുറയും, ഹാപ്പിനെസ് ഇല്ലാതെയാവും. ഇത് ശരിക്കും നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെൻ്റ് പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മുന്നിലെങ്കിലും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കാണിച്ച് പക്വതയോടെ നടക്കാൻ ശ്രമിക്കുക. ഇത് തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഒട്ടും ആലോചിക്കാൻ നിൽക്കാതെ സോറി പറയുക. അതല്ല, തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ ആർഗ്യൂ ചെയ്യാൻ നിൽക്കരുത്, വഴക്കടിക്കാനായിട്ട് നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് പോരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമയം, നിങ്ങളുടെ മനസ്സമാധാനമായിരിക്കും. പോയിന്റ് നമ്പർ 5, സന്ദർഭം നോക്കാതെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കണ ചില ആളുകളുണ്ട്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തി ഒട്ടും പക്വതയില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഞാൻ ചെയ്തതൊരു നല്ല കാര്യമല്ലേ, അതെങ്ങനെ പക്വതയില്ലാത്ത പെരുമാറ്റമാവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് അയാളോട് സംസാരിക്കുന്ന വ്യക്തിയെയാണ് അയാൾ ഇഷ്ടപ്പെടുക എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. സോ ഒരു വ്യക്തി ഏത് മാനസികാവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ആ വ്യക്തിയോട് സംസാരിക്കാൻ ശ്രമിക്കുക. ആ വ്യക്തിയും അതുതന്നെയാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക. പോയിന്റ് നമ്പർ 6, നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, നമ്മൾ പറയുന്നതാണ് ശരി എന്നൊക്കെ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ഇമ്മച്വർ പേഴ്സണാണ്. 90% ആളുകൾക്ക് ഇടയിലും ഈ ഒരു ഇമ്മച്വേർഡ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറയുന്നതാണ് ശരി എന്ന ചിന്ത മാറ്റിവെച്ച് മറ്റുള്ളവർ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് മെച്യൂരിറ്റി. പോയിന്റ് നമ്പർ 7, ഒരു ഏജ് കഴിഞ്ഞാൽ ചെറുതായിരുന്നപ്പോൾ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ 2 കുട്ടികൾ വന്നിട്ട് നിങ്ങളെ സാറ്റ് കളിക്കാൻ വിളിക്കുകയാണ്. നിങ്ങൾക്ക് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ പറയാം സാറ്റ് കളിക്കേണ്ട പ്രായമല്ല എൻ്റെ എന്നായിരിക്കും. മെച്യൂർഡായിട്ടുള്ള ഒരു പേഴ്സൺ മറ്റുള്ളവരെ ബാധിക്കാത്ത നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യാൻ
ഒരിക്കലും മടിച്ചു നിൽക്കാറില്ല. പോയിന്റ് നമ്പർ 8, 2 പേര് തമ്മിൽ വഴക്കടിക്കുകയാണ്. ഇതിൽ തെറ്റ് ചെയ്യാത്ത ആൾ ഒരു സംശയത്തിൻ്റെ പുറത്ത് മറ്റേ ആളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മറ്റൊരു ചോദ്യം അയാളോട് ചോദിച്ച് അയാളുടെ ഉത്തരം മുട്ടിക്കും. ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. ചെയ്ത തെറ്റ് മറയ്ക്കാൻ ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ഇമ്മച്വർ പേഴ്സണാണ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ കൂടി ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. പക്വതയുള്ള വ്യക്തിയുടെ 8 പോയിൻറ്റ്സ് ആണ് ഈ പറഞ്ഞത്. ഈ 8 പോയിൻ്റ് നിങ്ങൾക്ക് എത്ര പോയിൻ്റ് കിട്ടി എന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.